മുറ്റത്ത് നിൽക്കുന്ന പനിക്കൂർക്കയാണ് ഞാൻ കാണിക്കാൻ പനിക്കൂർക്ക മുറ്റത്തല്ല നിൽക്കുന്നത്, റോഡിലോട്ടാണ്. റോഡിലും ഗേറ്റിൻ്റെ വെളിയിലുമായിട്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമല്ലോ, ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്, ഔഷധ ചെടിയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ മുറ്റത്തൊക്കെ നടാറില്ലേ? അപ്പോൾ എനിക്ക് സ്ഥലമില്ല, വെയിലിരിപ്പില്ല മുറ്റത്ത്. അതുകൊണ്ടാണ് ഞാൻ വെളിയിലോട്ട് നട്ടിരിക്കുന്നത്. ഇത് റോഡിൽ പോകുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അവർ ഒരു ഇല അടക്കൊണ്ട് പോകും, മണപ്പിക്കും, അല്ലെങ്കിൽ അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. പനിക്കൂർക്ക നട്ടിരിക്കുന്നത് കണ്ടോ, ഗേറ്റാണ്. ഗേറ്റിന് വെളിയിൽ തൊട്ട് ഒരു വെളിയിൽ റോഡാണ്. റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇതിങ്ങനെ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇതിനെ ഒന്ന് കാണാനും തട്ടിത്തലോടാനും നമുക്ക് അതിൻ്റെ ഒരു മണമെല്ലാം നമുക്കൊരു പ്രത്യേക ഒരു ഔഷധമുള്ളതാണല്ലോ പനിക്കൂർക്ക. അപ്പോൾ അതുപോലെ ഈ പനിക്കൂർക്ക ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട്, ജലദോഷം ഇവയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല, തളിരിലകൾ നമ്മൾ വാട്ടി പിഴിഞ്ഞ് അതിനെ തേനിൽ ചേർത്ത് കൊടുത്താൽ കഫക്കെട്ട് മാറിക്കിട്ടും. അതുപോലെ നമുക്ക് പിന്നെ ഈ മുതിർന്നവർക്കായാലും ഗ്യാസിൻ്റെ പ്രോബ്ലം, പിന്നെ ആസിഡിറ്റി, ഇത് മനം തിരട്ടില്ല, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊരു ഇല നമ്മൾ 1-2 ഇല നമ്മൾ ചവച്ചരച്ച് കഴിച്ചാൽ അത് ശമനം കിട്ടും. അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു ഔഷധമാണ്. അതാണ് ഞാനിതായിട്ട് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ